എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ 10 ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് പോലെയാണ് നിങ്ങളിതിനെ കാണേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഡെയിലി ടെസ്റ്റിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കുറവാണ്. ഇന്ന് സ്റ്റാറ്റിക് പോർഷനിലുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതൽ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2005 നിയമം വന്നത്. ഒരു വ്യക്തിയുടെ സ്വത്തിനെയോ ജീവനെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസം അല്ലെങ്കിൽ മണിക്കൂറിനുള്ളിലാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ സ്വത്തിനെയോ ജീവനെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസം അല്ലെങ്കിൽ മണിക്കൂറിനുള്ളിലാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 2 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്നതെപ്പോൾ? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ഗാർഹിക അതിക്രമങ്ങൾ അതായത് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന ഈ നിയമം നിലവിൽ വന്നത് എപ്പോഴെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ എപ്പോഴാണ് ആക്ട് ഉണ്ടായതെന്നല്ല. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 എപ്പോഴാണ് നിലവിൽ വന്നത്? 2005 2006 എന്നാണ് ചോദ്യം. എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് 0 നിന്നാണ്. സ്റ്റേറ്റ്മെൻറ്റാണ്. എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് 0 നിന്നാണ്. ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയേണ്ടതാണ്. അഡ് വാലറം സാധാരണഗതിയിൽ ഫോറിൻ ഫ്രേസ് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടെസ്റ്റ് സീരീസിൽ 2 ഞാൻ ചോദിച്ചിട്ടുണ്ട്. അഡ് വാലറം എന്നതിൻ്റെ അർത്ഥം എന്താ? ഇതും എപ്പോഴും ചോദിക്കുന്നത്. അഡ് വാലറം എന്നതിൻ്റെ അർത്ഥം ഫോറിൻ വേർഡാണ്. എന്താണ് അർത്ഥം? 5ാമത് ചോദ്യം മോഡസ് ഓപ്പറാൻഡി എന്നതിൻ്റെ അർത്ഥം എന്താ? മോഡസ് ഓപ്പറാൻഡി അതിൽ തന്നെ ഉണ്ട്. കുറേയും കൂടെ എളുപ്പമാണ് ആലോചിക്കാൻ. മോഡസ് ഓപ്പറാൻഡി എന്നതിൻ്റെ അർത്ഥം എന്ത്? അതും ഫോറിൻ ഫ്രേസാണ്. 6ാമത്തെ 2021 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാർക്ക്? 2021 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. സെബി ആക്ട് നിലവിൽ വന്നത് എപ്പോൾ? ഈ 6ാമത്തെ ചോദ്യത്തിൻ്റെ ഹിൻ്റ് എന്ന് പറയുന്നത് ഹൃദയരാഗങ്ങളാണ്. 7 സെബി ആക്ട് നിലവിൽ വന്നത് എപ്പോൾ? സെബി ആക്ടാണ്, സെബി അല്ല. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ല. സെബി ആക്ട് എപ്പോഴാണ് വന്നത്? 8 ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ഒരു സ്ഥാപനത്തിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കാരണമായിട്ടുണ്ട്. അത് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? 9 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ്? തുടങ്ങുന്നത് എപ്പോഴാണ്? ആശാൻ സ്മാരക കവിതാ പുരസ്കാരം. 10 വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്? വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? വില്യം റൂത്തോ. ഇതാണ് 10 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരത്തിലേക്ക് പോവാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കാരണം കുറേ കൂടെ സ്റ്റാറ്റിക്കാണ്. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അധികം. ആദ്യത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെയോ സ്വത്തിനെയോ ജീവനെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസം മണിക്കൂറിനുള്ളിലാണ്? ഇതെന്തുമായി ബന്ധപ്പെട്ടാണ്? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടാണ്. അത് ഓർമ്മ വേണം. അല്ലാതെ ഒരു ചോദ്യം ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ചോദ്യമല്ല. ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് വേണം. ഈ നിയമം എന്താണ് പറയുന്നത്? 48 മണിക്കൂറിനുള്ളിലാണ് ഒരു വ്യക്തിയുടെയോ സ്വത്തിൻ്റെയോ ജീവനെയോ ബാധിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. 2 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്നത് 2006 ആക്ട് 2005 തന്നെയാണ് കേട്ടോ. ആക്ട് 2005 തന്നെയാണ്. എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് 0 നിന്നാണ്. ശരിയാണോ തെറ്റാണ്? എണ്ണൽ സംഖ്യകൾ 1 2 3 to infinity ആണ് എണ്ണൽ സംഖ്യകൾ. അഡ് വാലറം എന്നതിൻ്റെ അർത്ഥം എന്താണ്? അഡ് വാലറം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അഡ് വാലറം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വാല്യൂ. ഇപ്പോൾ അഡ് വാലറം ടാക്സ് ആണെന്ന് പറയുന്നത് എന്താ അർത്ഥം? ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൻ്റെ മുകളിലാണ് ടാക്സ്. അതായത് വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടാക്സ്. അതാണ് അഡ് വാലറം. ഇപ്പോൾ 500 രൂപക്കൊരു ടാക്സ്, 1000 രൂപക്കൊരു ടാക്സ്. അപ്പോൾ എന്താണ്? ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ. ഇപ്പോൾ പ്രൊഡക്റ്റിന് 800 രൂപയാണെങ്കിൽ 800 രൂപേൻ്റെ മുകളിലാണ് ടാക്സ്. അപ്പോൾ അഡ് വാലറം എന്ന് പറയുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ വാല്യൂ. 5 മോഡസ് ഓപ്പറാൻഡി എന്നതിൻ്റെ അർത്ഥം. മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് എന്താ? കള്ളൻ ഇങ്ങനെയാണ് എന്താ പറയുക, വാതിൽ പൊളിച്ചാണ് അല്ലെങ്കിൽ ഓട് പൊളിച്ചാണ് കയറിയതെന്ന് പറയും. അപ്പോൾ കള്ളൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് എന്താണ്? ഓട് പൊളിച്ച് കയറിയത്. അപ്പോൾ മോഡസ് ഓപ്പറാൻഡി എന്താ? മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ് ആ കാര്യം നടത്തിയത്? മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണ്? മോഡസ് ഓപ്പറാൻഡി. 2021 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ജോർജ് ഓണക്കൂറിനാണ്. ഹൃദയരാഗങ്ങൾ. സെബി ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 1992 സെബി ആക്ട് നിലവിൽ വന്നത്. സെബി നിലവിൽ വന്നത് 1988 88 അതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 92 നിയമം വന്നപ്പോൾ എന്തായി? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? RBI ബന്ധപ്പെട്ടതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ്? ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1985 10 വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്? കെനിയയുടെ ഭരണാധികാരിയാണ് വില്യം റൂത്തോ. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ 1-2 കറണ്ട് അഫയേഴ്സ് ഒഴികെ ബാക്കിയൊന്നും കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചിട്ടില്ല. സ്റ്റാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 10 7 അല്ലെങ്കിൽ 8 തന്നെ ആയിക്കോട്ടെ.
8 മാർക്ക് 10 വാങ്ങേണ്ടതാണ്. ഇന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 8 ആണ്. വളരെ ഈസി ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുമുണ്ട്. ബൈ, ടേക്ക് കെയർ.